ഫേസ് ഗ്ലോയിങ് ആണ്, പക്ഷേ കഴുത്തിനും കൈക്കും പറയാനുള്ളത് മറ്റൊരു കഥയാണോ? ഹായ്, ഞാൻ ഡോക്ടർ തൻസിഹ ഫ്രം തത്വ കോസ്മെറ്റോളജി ക്ലിനിക് പെരുമ്പാവൂർ. OP-യിൽ ഒരാൾ പറഞ്ഞതാണ്, ഞാൻ ഫേസിന് 3-4 പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഡോക്ടറെ, പക്ഷെ കഴുത്തിന്റെയും കൈയുടെയും കാര്യം എപ്പോഴും ഞാൻ വിട്ടുപോകും. അവിടെയാണ് ഇംബാലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേസിനും ബോഡിക്കും ഒരേ നിറം ലഭിക്കാനായി ആഴ്ചയിൽ ഒരിക്കൽ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അതിനായി ബോഡി പാക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു മാസ്കായി അപ്ലൈ ചെയ്ത് ജെന്റ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാവുമ്പോൾ സ്കിന്നിന്റെ ഡ്രൈനെസ്സും ടാനും എല്ലാം റിമൂവ് ആയി സ്കിന്നിന് ഒരു ബ്രൈറ്റ് ലുക്ക് കിട്ടും. സോപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാത്തതും ഭയങ്കര ഫ്രാഗ്രൻസ് ഇല്ലാത്തതും അത്ര ഹെവി അല്ലാത്തതുമായിട്ടുള്ള സോപ്പുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. റെഗുലർ ആയിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക. നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ സ്കിന്നിന്റെ ആ ഒരു ഡൾ ലുക്ക് പോകുന്നതാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ചെവിയിലും കഴുത്തിലും കൈയിലും ഒരേ സൺസ്ക്രീൻ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. നന്നായി ഉറങ്ങുക. ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. അതായത് ചീര, മുരിങ്ങയില, ബെറീസ്, നട്ട്സ്, ഫ്ലാക്സ് സീഡ്. ഇത് തന്നെ സ്കിൻ ക്ലാരിറ്റി തരുന്നതാണ്. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക. കോർട്ടിസോൾ ലെവൽ ഹൈ ആവുമ്പോൾ നമ്മുടെ പിഗ്മെന്റേഷനും ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കഴുത്തിൽ വെച്ച് സ്കിൻ കെയർ നിർത്തുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.